ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കോളേജിൽ പോയിട്ട് വന്നിട്ട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് പൊടിയൊക്കെ തൂത്ത് അതിനെ റെഡിയാക്കി വെച്ചേ. ഇവിടെ ബാംഗ്ലൂർ ബിരിയാണി ലവേഴ്സിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് മേഘന ഫുഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, ഗസ്റ്റ് വരുന്നതായിക്കോട്ടെ, എന്താണേലും നമ്മൾ അവിടെ നിന്ന് ബിരിയാണി മേടിച്ചാണ് ആഘോഷിക്കുക കേട്ടോ. കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്ന പോലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് മേഘനാസ് ഫുഡ്സ് ആണ്. പക്ഷേ ഇത് കഴിക്കാൻ തോന്നുമ്പോൾ ഒക്കെ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ച് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് അത് നോക്കാം. 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ പൊടിയും ഉപ്പും ആഡ് ചെയ്ത് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് പിന്നെ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് അതിനെ മാറ്റി വയ്ക്കണേ. ഈ സമയം കൊണ്ട് തന്നെ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. ബോൺലെസ് ചിക്കൻ എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ബോണോട് കൂടി ചിക്കൻ തന്നെ എടുത്തേ. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പം ഇതിനെ 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 70% വെന്ത് വന്നാൽ മതിയേ. എന്നിട്ട് ഇത് ആയി വരുമ്പോൾ ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ തന്നെ 4 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, 4 പച്ചമുളക് നടുവേ കീറിയതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 തക്കാളി ഒരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പ്യൂരിയാക്കി എടുക്കണേ. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ വഴറ്റാൻ വെച്ച ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതിയേ. എന്നിട്ട് നമുക്കിതിലേക്ക് മസാല ഇടാം. മസാലയായിട്ട് നമ്മൾ ഇടുന്നത് ഗരം മസാല, മഞ്ഞൾ പൊടി, മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ ഓൾറെഡി തിരുമ്മിയപ്പം ഇട്ടായിരുന്നു. പിന്നെ പച്ചമുളകുണ്ട്. അപ്പോൾ നമ്മുടെ എരിവ് നോക്കി വേണം ഇടാൻ. യൂഷ്വലി ഈ മേഘനാസ് ചിക്കന് കുറച്ചും എരിവ് മുമ്പോട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇടാം. ഇനി നമ്മൾ ആ അരച്ച് വെച്ച പ്യൂരി, ഇതിൻ്റെ മസാലയുടെ മണം മാറിക്കഴിയുമ്പോൾ, പച്ചമണം മാറിക്കഴിയുമ്പോൾ പ്യൂരിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് അത് നമുക്ക് ഓഫാക്കാം. രാവിലെ ടൊമാറ്റോ ബാത്ത് വെച്ചായിരുന്നേ. അപ്പം അതിൻ്റെ കൂടെ കൂട്ടിയാണ് കഴിച്ചത്. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഞാൻ സമ്മതിക്കുന്നു, ഒറിജിനൽ മേഘനാസ് ബിരിയാണിയുടെ അത്രയും എത്തത്തില്ല. പക്ഷേ എന്നാലൊരു തോളോടിൻ്റെ കുറച്ച് താഴെ വരെ എത്തും കേട്ടോ. ഇത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മോൻ വരച്ച ഡ്രോയിങ് ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ വീഡിയോയിൽ കാണിക്കാവോ എന്ന് ചോദിച്ച്. അപ്പോൾ ഇതാണ് മോൻ കഴിച്ച സന്തോഷത്തിൽ വരച്ചതാണ്. ഇനിയിപ്പം പുള്ളി ഇരുന്ന് അതിന് പെയിൻ്റ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ബൈ.